ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ 137 ദിവസമായി ഹയർച്ചിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ട് ഡിസംബർ 7, 2023 തൃശ്ശൂർ ജില്ലാ കലക്ടർ ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ഏപ്രിൽ 22 137 ദിവസമായി. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളൊക്കെ നിക്ഷേപകർ തിരസ്കരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ കേസിനെ കുറിച്ച് ആലോചിക്കുന്നു, കേസ് കൊടുത്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ ഹൈറിച്ച് പാർട്ട്നേഴ്സ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. എന്നാൽ ആ ഗ്രൂപ്പിലാണ് ഏറ്റവും വലിയ കള്ളം, ഹൈറിച്ചിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കള്ളം പറയുന്നത് ആ ഗ്രൂപ്പിലാണ് എന്ന് പറയാതെ വയ്യ. ഇന്നൊരു കക്ഷി, ഹൈറിച്ചിൻ്റെ ലീഡറാണെന്ന് അവകാശപ്പെടുന്ന ഒരു കക്ഷി ഇന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ബഡ്സ് അതോറിറ്റി അറ്റാച്ച് ചെയ്തത് 3114 കോടി രൂപ, 3141 കോടി രൂപ ബഡ്സ് അതോറിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കണ്ട, ഈ പണം മതി നമുക്ക്, നമ്മൾ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാൻ ഈ തുക മതി. ഈടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, 212 കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഹൈറിച്ചിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. 3141 കോടി രൂപയാണ് നിക്ഷേപമായി സ്വീകരിച്ചത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്നുള്ള വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഹൈറിച്ചിൻ്റെ ലീഡർമാർ ഇപ്പോൾ കേസിന് പോകുന്നവരെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ദേ നോക്കൂ, 3141 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ആ പണം മതിയല്ലോ നിങ്ങൾക്ക് തിരിച്ചു തരാൻ, അതുകൊണ്ട് ആരും തന്നെ കേസിന് പോകേണ്ടതില്ല, അത് നിങ്ങൾക്ക് അല്പം വൈകിയാണെങ്കിലും കിട്ടുമെന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊക്കെ ഇത്തരം കളവ് പറയാനെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, ഇപ്പോൾ അറിയാം ഒരുപാട് ആൾക്കാർ അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈ പെരുന്നാളിന് നല്ല ഡ്രസ്സ് വാങ്ങാൻ സാധിച്ചില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, അങ്ങനെയുള്ള പല EMI അടക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ ഇവർ അധിക്ഷേപിക്കുകയാണ്, കളിയാക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ മരുന്ന് വാങ്ങേണ്ട പൈസ ഇതിലിട്ടത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വെച്ച പൈസ ഇതിലിട്ടത്? നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ ഇതൊക്കെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തരാകാൻ വേണ്ടി ഇതൊക്കെ ഇവർ അവരിൽ തന്നെ അടിച്ചാക്ഷേപിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ കുറ്റമാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ലീഡർമാർ പറയാണ് ഇതൊക്കെ നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങൾ അന്വേഷിക്കണമായിരുന്നു, നിങ്ങൾ നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ വണ്ടി കണ്ടിട്ടും നമ്മുടെ സ്വത്ത് കണ്ടിട്ടുമല്ലേ നിങ്ങൾ വന്നത് ഒക്കെ പറയാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മനസാക്ഷിയില്ല എന്ന് നമുക്കറിയാം. മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കാൻ നിൽക്കില്ലായിരുന്നു. എങ്കിലും പറയാം, നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാതെ മനസമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ എത്രമാത്രം അതിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് റീൽസ് ഇട്ട് കളിച്ചാലും അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ ചെയ്താലും നിങ്ങൾക്ക് ഈ ചതിയിൽ നിന്ന്, ഈ പാവങ്ങളുടെ കണ്ണീരിൽ നിന്ന് മുക്തരാകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ദിവസം 3 റീൽസ് ഇടുന്ന, ബാങ്ക് ജോലി എന്ത് ജോലി അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ മാസം കോടികളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളെ വഞ്ചിച്ച സ്ത്രീയും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊക്കെ മനസാക്ഷി ഉണ്ടോ എന്നാണ്. അക്കൗണ്ട് ഫ്രീസ് ആയില്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ ആ അക്കൗണ്ടുകൾ ഉപകരിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് മെൽബിൻ്റെ കാര്യം. മെൽബിൻ ഇപ്പോൾ ചില ആൾക്കാരെ വല്ലാതെ അവരുടെ ഭാഗം നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെയൊക്കെ അധിക്ഷേപിച്ചത് അവർക്ക് മറക്കാറായിട്ടില്ല. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ താങ്കളുടെ മമ്മിയൊക്കെ സഹായിക്കട്ടെ, പാവങ്ങളെ സഹായിക്കട്ടെ.
അവർക്ക് ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരം തട്ടിപ്പുകളിൽ വന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെങ്കിൽ നിത്യവൃത്തിക്ക് ഗതിയില്ലാത്തവരെ സഹായിക്കാനില്ല മനസ്സുണ്ടാവണം. അതിനൊക്കെ തുനിഞ്ഞിറങ്ങേണ്ടത് ഇത് തട്ടിപ്പാണെന്ന് പറയുന്നവരല്ല, നിങ്ങളെപ്പോലെ വഞ്ചിച്ചവരാണ്. നിങ്ങളൊക്കെ മനുഷ്യരാണെങ്കിൽ അതൊക്കെ ചെയ്യുക എന്നാണ് മെൽബിനായാലും ഷാലു ആയാലും അങ്ങനെ അയൂബായാലും എല്ലാവരോടും പറയാനുള്ളത്. ഇവരൊക്കെ കേസ് ഒതുക്കാൻ വേണ്ടി എത്ര കോടികളും ഒഴുക്കുന്നവരാണ്. പക്ഷെങ്കിൽ കേസിനേക്കാൾ വലുതാണ് ഈ പാവങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പാവങ്ങൾക്ക് കൊടുക്കുക, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതല്ലേ. പാവങ്ങളുടെ ലക്ഷങ്ങൾ കൊടുത്ത് ഒഴിവാക്കുക എന്നാണ് സെറ്റിൽമെൻറ്റ് ഓഫീസറായ അയൂബ് ഖാനോടും അതിനെയൊക്കെ താങ്ങി നടക്കുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ വിളിക്കുന്ന സ്ത്രീകളോടും ലീഡർമാരോടും ഒക്കെ പറയാനുള്ളത്.